വഴുതനങ്ങ കിച്ചടി. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: വഴുതനങ്ങ കനം കുറച്ചരിഞ്ഞത് 1/2 കപ്പ്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ 1/2 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, പച്ചമുളക് 1 എണ്ണം, തൈര് 1 കപ്പ്, താളിക്കാൻ വേണ്ടിയിട്ട് കടുക്, ഉലുവ, പറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. നമ്മൾ സ്റ്റൗ ഓണാക്കി ഒരു കടായി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം വഴുതനങ്ങ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വഴുതനങ്ങ ഇടാം. വഴുതനങ്ങ പകുതി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. വഴുതനങ്ങ മൂത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. വഴുതനങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക്, ഉലുവ, വറ്റൽമുളക് ഇടാം. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇടാം. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, പച്ചമുളക്, കടുക് ഇതെല്ലാം അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർക്കാം. നമുക്കിത് നന്നായി ഇളക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് തൈര് ഒഴിക്കാം. നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം. കുറച്ച് ഉപ്പ് ചേർത്താണ് വഴുതനങ്ങ വറുത്തത്. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടെ ചേർക്കാം. വഴുതനങ്ങ കിച്ചടി റെഡി ആയിട്ടുണ്ട്.